കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു പോസ്റ്റാണ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖലയിലെ ഡയറക്ടറുടെ കസേരയിൽ 2 ദിവസമായിട്ട് ഏതാണ്ട് മ്യൂസിക് ചെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്, കസേര കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയും അങ്ങേയറ്റം തെറ്റാണ്. ഈ 2 കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ആദ്യം ഈ കസേര കളി എന്തുകൊണ്ടാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ. അതിനുശേഷം ഇതിൽ കെ മുരളീധരനും ഗവൺമെൻറ് കാണിക്കുന്ന വലിയ അലംഭാവം എന്താണെന്നും അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാകുന്നത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട രോഗികളാണെന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഡയറക്ടറായിരുന്ന ആളുടെ പേര് ഡോക്ടർ റീന എന്നാണ്. ആ ഡോക്ടർ റീനയെ പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ് മാറ്റാനുള്ള എല്ലാ അധികാരവും ഗവൺമെൻറ്റുണ്ട്. ഗവൺമെൻറ് അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3 കൊല്ലമായില്ലേ, അതുകൊണ്ട് ഞങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഡോക്ടറായിട്ടുള്ള മീനാക്ഷിയെ അവിടെ കൊണ്ടുവന്ന് അവരോധിച്ചു. ആ മീനാക്ഷി അവിടെ കൊണ്ടുവന്ന് അവരോധിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ട്രിബ്യൂണലിൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഇവർ അപ്പീലുമായി ചെല്ലുകയും എൻ്റെ സ്ഥലം മാറ്റം അന്യായമാണെന്ന് പറയുകയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നും ഈ റീനയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ വിധി ഉണ്ടാവുകയും ചെയ്തപ്പോൾ റീന അവിടെ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സീറ്റ് ഞാൻ എന്തായാലും വിട്ടുകൊടുക്കില്ല, ഗവൺമെൻറ് പറഞ്ഞാൽ മാറാം എന്നുള്ളതാണ് ഡോക്ടർ മീനാക്ഷി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നയിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കെ മുരളീധരൻ, അദ്ദേഹം മിനിസ്റ്ററായിട്ട് അദ്ദേഹത്തിന് വലിയ പരിചയമൊന്നുമില്ല. കേവലം 1 മാസം മാത്രമേ അദ്ദേഹം അധികാരത്തിലിരുന്നുള്ളൂ. അതിന് വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിട്ട് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ 2 ഗ്രൂപ്പുകളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായി അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയായി മാറുകയും പിന്നീട് അദ്ദേഹം തൃശ്ശൂരിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ചെയ്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പക്ഷെ അന്ന് അദ്ദേഹം അവിടെ നിന്ന് പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനമൊന്നും കിട്ടിയില്ല, തുടരാനും കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കുറവ് നമുക്ക് ഇതിനകത്ത് പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു വൈകുന്നേരങ്ങളിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നും ഒരു സംശയിക്കുന്ന നിപ്പ രോഗിയുടെ റിസൾട്ട് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ ഉച്ചയ്ക്ക് തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നുവെന്നും അത് സ്ഥിരീകരിച്ചു എന്നുമൊക്കെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ മാധ്യമങ്ങൾക്ക് തന്നെ വലിയ എംബാരസ്മെൻ്റ് ഉണ്ടായി. കാരണം കളക്ടർ ഇത് പറയുന്നു, വൈകുന്നേരം ആയപ്പോഴത്തേക്കും മന്ത്രി ഇത് പറയുന്നു. യഥാർത്ഥത്തിൽ കളക്ടർ പറഞ്ഞത് കറക്റ്റായിരുന്നു, മന്ത്രിക്ക് ഈ വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, ഈ പറയുന്ന പോലെ ഡോക്ടർ റീന അത് കൃത്യമായി കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തഗ് ഡയലോഗുകളും വലിയ സ്റ്റാർ ഈ പറയുന്ന പോലെ പ്രകടനങ്ങളൊന്നും കൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങളാണ് പറ്റിക്കൊണ്ടിരുന്നത്. ആ കുഴപ്പങ്ങളിൽ അദ്ദേഹം പറയുന്നത് തുരപ്പൻ പണി കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 2 ആരോപണങ്ങൾ അദ്ദേഹം അവർക്കെതിരെ ഉന്നയിച്ചു. കാരണം ഈ സർവീസിൽ ഇരുന്നുകൊണ്ട് ഒരു തുരപ്പൻ പണി കാണിക്കുന്നൊന്നും ഡയറക്ടർ കൃത്യമായിട്ട് ഇൻഫർമേഷൻ നൽകുന്നില്ല എന്നും പറഞ്ഞു. കൂടാതെ അദ്ദേഹം പറഞ്ഞ അടുത്തൊരു വാചകം എന്ന് പറയുന്നത്, ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർക്ക് ഇവർ നേരിട്ട് കത്തെഴുതിയെന്നും അത് ഗവൺമെൻറ്റിനോട് ആലോചിക്കാതെ ചെയ്തത് ശരിയായില്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ നിരവധി ഡോക്ടർമാരെ സേവനത്തിന് വേണ്ടി ചോദിച്ചിരുന്നു. അങ്ങനെ കൂടുതൽ ഡോക്ടർമാരെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം നിലവിലുണ്ടായിരുന്നവരെ അവിടെ തന്നെ നിലനിർത്താനാണ്. അപ്പോൾ ഇത്തരം കാരണങ്ങളൊക്കെ കൊണ്ട് അവരെ മാറ്റാൻ തീരുമാനിച്ചു. പക്ഷേ മാറ്റാൻ തീരുമാനിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് ചെന്നപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, നേരെ കൂളായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ ഞങ്ങൾ സൗകര്യപ്രദമായ ഒരു സ്ഥാനത്തേക്ക് സ്ഥലം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് സൗകര്യമുള്ള സ്ഥാനത്തേക്ക് നിന്നാണ് അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയാണ്, എറണാകുളം ജില്ലയിലുള്ള പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിലേക്കാണ് അവരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഡോക്ടർമാരാണ്. ഈ ഡോക്ടർമാരൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇത് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു വെറും കസേര കളിയായിട്ടാണ്, ഒരു തമാശക്കുള്ള കാര്യമായിട്ടാണ്. ഇതത്ര തമാശക്കുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ പറ്റും. ഇതിൽ ഇവരെ സ്ഥലം മാറ്റാൻ വേണ്ടി കൊടുത്തപ്പോൾ ഇതിനകത്ത് വേറൊരു വലിയ തരികയുടെ കൂടി കുഴപ്പം കൂടി മന്ത്രി കാണിച്ചിരുന്നു, അല്ലെങ്കിൽ വകുപ്പ് കാണിച്ചിരുന്നു. അത് ഈ പറയുന്ന ഡോക്ടർ റീന 2 ദിവസത്തേക്ക് അവധിക്ക് അപേക്ഷിച്ചിരുന്നു. അവധിയായത് അവർക്ക് വയറിളക്കം ആയതുകൊണ്ട് അവധിക്ക് അപേക്ഷിച്ചതാണ്. കൂടാതെ അവർ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യാമെന്ന് കൂടി പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാതെ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രേഖ എന്ന് പറയുന്നത് 15 ദിവസത്തേക്ക് അവധിക്ക് അപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു രേഖ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വലിയ തിരിച്ചടി ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്.
കൂടാതെ ഇപ്പോഴും മന്ത്രിയുടെ ഈഗോ വിട്ടിട്ടില്ല. കെ മുരളീധരൻ പറയുന്നത് ഇതിനു വേണ്ടി ഞങ്ങൾ അപ്പീൽ പോകും ഉന്നത കോടതിയിൽ നിന്നാണ്, അതുവരെ മീനാക്ഷിയോട് ആ സീറ്റിൽ നിന്ന് മാറിക്കൊടുക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഈ പണ്ടില്ല അയാൾ കഥ എഴുതുകയാണ് സിനിമയിൽ ഒരു തഹസിൽദാർമാരെ രണ്ടുപേരും മാറാൻ വേണ്ടി ശ്രമിക്കും, ഒരാളെ അകത്തിട്ട് പൂട്ടുകയൊക്കെ ചെയ്ത രംഗമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പം അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പക്ഷേ സിറ്റുവേഷൻ അതിനേക്കാൾ വഷളാണ്. കാരണം ഓപ്പോസിറ്റ് ഒരു ഡയറക്ടർ ഇരിക്കുന്നു, ഇവിടെ ഒരു ഡയറക്ടർ ഇരിക്കുന്നു. വരുന്ന ഉദ്യോഗസ്ഥർ ഇത് ആരോട് റിപ്പോർട്ട് ചെയ്യും, ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് എന്നൊക്കെയുള്ള വലിയ കൺഫ്യൂഷനിലാണ് അവരൊക്കെ തന്നെ. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ കുഴപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, അപ്പോഴേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. ഇത് വെറും ഒരു കസേര കളിയോ തമാശക്കാരിയായിട്ടാണ് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മാസം തന്നെ 41ഓളം പേരാണ് ഈ പകർച്ചവ്യാധികൾ മൂലം വന്ന് കേരളത്തിൽ മരിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസത്തെ 13 ദിവസത്തെ ഈ മാസത്തെ 13 ദിവസത്തെ റെക്കോർഡാണ് ഞാൻ പറഞ്ഞത്. 41ഓളം പേരാണ് മരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഷിഗല്ല ബാധിച്ച് മരിച്ചിട്ടുള്ളത് 6 പേരാണ്. ഇത് കൂടാതെ നിങ്ങൾ അറിയേണ്ടത് പെർ ഡേ 13,000 പേരാണ് പനിയായിട്ട് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. 13,000 പേരാണെങ്കിൽ ഏതാണ്ട് 1.5 ലക്ഷം പേർക്കെങ്കിലും പനി ഉണ്ടാവുമെന്ന് ചുരുക്കം. അതിൽ പകുതി പേര് ഒരു ഡോളോയോ പാരസെറ്റമോളോ ഒക്കെ മേടിച്ച് കഴിച്ച് വീട്ടിൽ തന്നെ ഇരിക്കും. വലിയ സീരിയസ് ആയിട്ടുള്ള ആളുകൾ ഏതെങ്കിലും പ്രൈവറ്റ് ഡോക്ടർമാരെ കാണും, അതൊന്നും നമ്മൾ അറിയാതെ പോകും. ബാക്കിയുള്ള കുറേ പേര് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തുന്ന ആളുകളെക്കുറിച്ച് മാത്രമാണ് ഈ കണക്കെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും കുറഞ്ഞത് 5 ഇരട്ടിയോ 10 ഇരട്ടിയോ ഒക്കെ തന്നെ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഇതിൽ തന്നെ ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഈ മേഖലകളിലാണ് ഇത് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുള്ളതും കൂടുതലായിട്ടുള്ളതും. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോയി നിന്നുകൊണ്ട് ഈ ഓപ്പറേഷൻസിന് നേതൃത്വം കൊടുക്കാനൊന്നും മന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 30 കൊല്ലത്തെ പരിചയമുള്ള ഈ ഡോക്ടർ റീനയെ പോലെയുള്ള 2027 റിട്ടയർ ചെയ്യാൻ പോകുന്നവരാണ്. അവരുമായിട്ടൊരു മല്ലയുദ്ധത്തിന് നടത്താതെ ഈ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് മറന്നു പോരുത്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് നടത്താൻ പറ്റില്ല, കാരണം ഇലക്ഷൻ ആയിരുന്നല്ലോ എന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഇതിൻ്റെ ഒരു കാഠിന്യം കൂട്ടുമെന്നാണ്. പിന്നെ അദ്ദേഹം മറ്റുള്ള ആളുകളെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരുന്നു. കാരണം ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെ തന്നെ ഡ്രൈ ഡേ ആക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഡ്രൈ ഡേ ആക്കുമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഞെട്ടിപ്പോയി. കാരണം ആളുകൾ വിചാരിച്ചു ഇനി മദ്യം കിട്ടാത്ത ദിവസങ്ങളായിരിക്കും എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഡ്രൈ ഡേ ആക്കുമെന്ന് പറയുന്നത് അദ്ദേഹം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഡേറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ഹെൽത്ത് സർവീസിലൊരു ഡയറക്ടർ അത്യാവശ്യമാണ്. ആ ഡയറക്ടറിൽ താങ്കളുടെ പിടിവാശി വിട്ടുകൊണ്ട് അവരെ നിയമിക്കാൻ, ആരെയാണെങ്കിലും നിയമിക്കാനുള്ള ഈ പറയുന്ന പോലെ നീക്കമുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് യഥാർത്ഥത്തിൽ റീനക്ക് അനുകൂലമായി കിട്ടിയെങ്കിൽ ബാക്കി ആ സ്ത്രീയുടെ മറ്റേ മീനാക്ഷിയുടെ എഴുന്നേറ്റ് പറയാനും റീനയോട് അവിടെ ഇരിക്കാനും അടുത്ത ഉദ്യമി പോയി അപ്പീൽ പോയി അതിന് സ്റ്റേ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ കയറി ഇരിക്കാനും പറയണം. അല്ലെങ്കിൽ കേരളത്തിലെ ജനമാണ് ഇതിനു വേണ്ടി അനുഭവിക്കേണ്ടി വരാമെന്ന് ആലോചിക്കണം. ഇതൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഒരു തമാശയായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സമയത്ത് പിണറായി വിജയൻ ഗവൺമെൻറ് തന്നെയാണ് അധികാരത്തിലിരുന്നെങ്കിൽ ഇവരെങ്ങനെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കണം. ഡോക്ടർ ബി അശോകും അതുപോലെയുള്ള ആളുകളൊക്കെ ഇതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ റിപ്പോർട്ടുമായി വരുമ്പോൾ ഇരുത്താൻ സമ്മതിച്ചില്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെയുള്ള രോഷം കത്തിക്കുന്ന രീതിയിലുള്ള വാക്കുകളും വാർത്തകളുമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഏതാണ്ട് തട്ടി പോളിഷ് ചെയ്ത് ഏതാണ്ട് ഒരു കസേര കളി, ഒരു മ്യൂസിക്കൽ ചെയർ നടക്കുന്നു. നമുക്ക് സന്തോഷമായി കണ്ടു നിൽക്കാം, ആർക്ക് കസേര കിട്ടും എന്നുള്ള ലെവലിലുള്ള നിങ്ങളുടെ അവതരണവും കൂടി മാധ്യമങ്ങളുടെയും പത്രങ്ങളുടെയൊക്കെ നിർത്തണം എന്നുകൂടിയാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്.